രാത്രി വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഒരാൾ മാത്രം ഉറങ്ങുന്നില്ല. അയാൾ കട്ടിലിൻ്റെ അരികിൽ നിന്നും കരയുകയാണ്. കണ്ണുനീർ തുടച്ചുകൊണ്ട് ഒരു ചോദ്യം മാത്രം ചോദിക്കുന്നു: ദൈവമേ, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? അയാൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, വചനമെടുത്തു, ദൈവത്തെ അന്വേഷിച്ചു. പക്ഷേ പ്രശ്നങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വരുന്നു. ജോലിയിൽ പ്രശ്നം, കുടുംബത്തിൽ പ്രശ്നം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നം. പ്രാർത്ഥിച്ചിട്ടും വാതിലുകൾ തുറക്കുന്നില്ല. അപ്പോൾ പതുക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നു: ഒരുപക്ഷെ ദൈവം എന്നെ ഉപേക്ഷിച്ചോ? നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ ഇതുപോലെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനിക്കുന്നതുവരെ കാണണം. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ മക്കളെ കഷ്ടതയിലൂടെ കടത്തിവിടുന്നത് എന്നതിനെക്കുറിച്ചാണ്. പക്ഷേ ഇതൊരു കാര്യം നിങ്ങൾ അവസാനം വരെ കാത്തിരുന്ന് കേൾക്കണം. നിങ്ങളുടെ കഷ്ടത ദൈവത്തിൻ്റെ ശിക്ഷയാണോ, അതോ ദൈവം നിങ്ങളെ എന്തോ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണോ? ഇവ രണ്ടും ഒരുപോലെയല്ല. അതിലും വലിയൊരു ചോദ്യം: ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ ചിലപ്പോൾ നമ്മെ തീച്ചൂളയിലൂടെ കടത്തിവിടുന്നത്? ദാനിയേലിന്റെ സുഹൃത്തുക്കൾ തീച്ചൂളയിൽ പോയി, യോസേഫ് തടവറയിൽ പോയി, ദാവീദ് വർഷങ്ങളോളം ഓടിപ്പോയി, ഇയ്യോബിന് എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ അവരുടെ കഥ കഷ്ടതയിൽ അവസാനിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ കഥയും ഇപ്പോഴത്തെ കഷ്ടതയിൽ അവസാനിച്ചിട്ടില്ലെങ്കിൽ കഷ്ടത നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റാതെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു അനുഭവമായി മാറണം. അത് എങ്ങനെ മാറും? ഇതാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരോടും പറയാത്ത ഒരു വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. പക്ഷേ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് വരെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം: ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങൾ കരയുന്ന രാത്രിയിലും ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഇനി നമുക്ക് നോക്കാം, ക്രിസ്തീയ ജീവിതം യഥാർത്ഥത്തിൽ കഷ്ടങ്ങളുടെ ജീവിതമാണോ? നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു തെറ്റുണ്ട്. പ്രശ്നം വന്നാൽ ദൈവം എന്നെ കൈവിട്ടു പോയി എന്ന് കരുതും. പക്ഷേ ബൈബിൾ എന്താണ് പറയുന്നത്? ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. സങ്കീർത്തനം 34:18. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ തകർന്നിരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളിൽ നിന്നും അകലെയല്ല. നിങ്ങളുടെ കണ്ണുനീർ മറ്റാരും കാണാത്തപ്പോൾ പോലും ദൈവം കാണുന്നു. നിങ്ങളുടെ വേദന മറ്റാർക്കും മനസ്സിലാകാത്തപ്പോൾ പോലും ദൈവം മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് പറയാൻ വാക്കുകളില്ലാത്തപ്പോൾ പോലും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് കഷ്ടത വന്നപ്പോൾ ദൈവത്തിൽ നിന്നും ഓടിപ്പോകരുത്, ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുക. പ്രശ്നം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം മനുഷ്യരെ അന്വേഷിക്കുന്നു, ഫോൺ ചെയ്യുന്നു, ആരോടെങ്കിലും സംസാരിക്കുന്നു, പരിഹാരം തേടുന്നു. ഇതൊന്നും തെറ്റല്ല. പക്ഷേ ആദ്യമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ പഠിക്കണം. മുട്ടുകുത്തുക, പറയുക: ദൈവമേ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എനിക്ക് ശക്തിയില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ നീ എന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസം. വിശ്വാസം എന്നത് എല്ലാം മനസ്സിലായതിനു ശേഷം ദൈവത്തെ വിശ്വസിക്കുന്നതല്ല. ഒന്നും മനസ്സിലാകാത്തപ്പോഴും ദൈവമേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതാണ് വിശ്വാസം. ഒരു സ്വർണ്ണക്കഷ്ണം ശുദ്ധമാക്കുന്നത് എങ്ങനെയാണ്? തീയിലൂടെ. തീ സ്വർണത്തെ നശിപ്പിക്കാനല്ല, അതിലെ അശുദ്ധി നീക്കാനാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചില കഷ്ടതകൾ നമ്മളെ തകർക്കുന്നതായി തോന്നിയാലും ദൈവം അതിലൂടെ നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കും. 1 പത്രോസ് 1:6-7 പറയുന്നത് പോലെ വിശ്വാസം തീയിൽ പരിശോധിക്കപ്പെടുന്ന പൊന്നിനേക്കാൾ വിലയേറിയതാണെന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ കഷ്ടത നിങ്ങളുടെ അവസാനമല്ല. ഒരുപക്ഷെ ദൈവം നിങ്ങളെ എന്തോ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷമ, വിശ്വാസം, സഹനം, കരുണ, വിനയം, ദൈവത്തോടുള്ള ആശ്രയം, ഇവയെല്ലാം പലപ്പോഴും സുഖസൗകര്യങ്ങളിലല്ല, കഷ്ടതകളിലാണ് വരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടൊന്ന് കേൾക്കണം. കഷ്ടത വരുമ്പോൾ ചിലർ ദൈവത്തോട് ചോദിക്കും: എന്തുകൊണ്ടാണ് ദൈവമേ എന്നെ പരീക്ഷിക്കുന്നത്? പക്ഷേ അതിനൊപ്പം നമ്മൾ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കണം: ഈ കഷ്ടതയ്ക്കിടയിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? കാരണം കഷ്ടത നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാൻ കഴിയും. അതേ കഷ്ടത നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റാനും കഴിയും. വേദന വന്നപ്പോൾ കോപം വളർത്തരുത്, വൈരാഗ്യം വളർത്തരുത്, പാപത്തിലേക്ക് ഓടിപ്പോകരുത്. എനിക്കിങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ എന്തു ചെയ്യുമെന്ന് പറയരുത്. ലോകം നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങളുടെ വിശുദ്ധി മറ്റൊരാളുടെ പെരുമാറ്റത്തെ ആശ്രയിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എപ്പോഴും ക്രിസ്തുവായിരിക്കണം. മഴ പെയ്യുമ്പോൾ, വെള്ളപ്പൊക്കം വരുമ്പോൾ, കാറ്റ് ശക്തമായി വീശുമ്പോൾ വീട് നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനം ശക്തമായിരിക്കണം. യേശു പറഞ്ഞ ഉപമ ഓർക്കൂ: പാറമേൽ വീട് പണിത മനുഷ്യനും മണലിന്മേൽ വീട് പണിത മനുഷ്യനും. രണ്ടുപേരുടെയും വീട്ടിലേക്ക് മഴ വന്നു, രണ്ടുപേരുടെയും മേൽ വെള്ളപ്പൊക്കം വന്നു, രണ്ടുപേരുടെയും മേൽ കാറ്റ് വീശി. പക്ഷെ ഒരു വീട് നിലനിന്നു. എന്തുകൊണ്ട്? അത് പാറമേൽ പണിതതായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിലും കാറ്റ് വരും, പ്രശ്നങ്ങൾ വരും, രോഗം വരാം, സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം, ആളുകൾ നമ്മെ വിട്ടുപോകാം, നമ്മുടെ പദ്ധതികൾ തകരാം. പക്ഷേ നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാണെങ്കിൽ നമ്മൾ വീണ്ടും എഴുന്നേൽക്കും. സഹോദര, സഹോദരി, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ കണ്ണുനീരുണ്ടെങ്കിൽ കരയാൻ ഭയപ്പെടരുത്. ബൈബിളിൽ യേശു പോലും കരഞ്ഞിട്ടുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്കരികിൽ
യേശു കണ്ണുനീർ വാർത്തു. അതുകൊണ്ട് കരയുന്നത് വിശ്വാസക്കുറവല്ല, വേദന അനുഭവിക്കുന്നത് വിശ്വാസക്കുറവല്ല. ചിലപ്പോൾ ദൈവമേ എനിക്കിനി കഴിയുന്നില്ല എന്ന് പറയുന്നതും പ്രാർത്ഥന തന്നെയാണ്. അവിടെ അവസാനിക്കരുത്. അതിനുശേഷം പറയുക, എനിക്ക് കഴിയുന്നില്ല, പക്ഷെ നിനക്ക് കഴിയും. എൻ്റെ ശക്തി തീർന്നു, പക്ഷെ നിന്റെ ശക്തി തീർന്നില്ല. എൻ്റെ വഴി കാണുന്നില്ല, പക്ഷെ നിനക്ക് വഴി കാണാം. അതാണ് വിശ്വാസം. ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നേക്കുമായി തുടരില്ല. രാത്രി എത്ര നീണ്ടാലും പ്രഭാതം വരും. സങ്കീർത്തനം 30:5 പറയുന്നു, വൈകുന്നേരത്ത് കരച്ചിൽ വന്ന് താമസിച്ചാലും പ്രഭാതത്തിൽ ആനന്ദഘോഷം ഉണ്ടാകും. ഇന്ന് നിങ്ങൾ കരയുന്നുണ്ടാകാം, പക്ഷേ നാളെ ദൈവം നിങ്ങളെ ചിരിപ്പിച്ചേക്കാം. ഇന്ന് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ലായിരിക്കാം, പക്ഷേ ഒരു ദിവസം പിന്നിട്ട് നോക്കുമ്പോൾ അന്ന് ദൈവം എന്നെ കൈവിടാതെ കൊണ്ടുപോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് വളരെ ആഴമുള്ളൊരു സത്യമാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഈ പ്രശ്നം എടുത്തു കളയണമേ. പക്ഷെ ചിലപ്പോൾ ദൈവത്തിന്റെ മറുപടി, ഞാൻ ഈ പ്രശ്നത്തിൽ നിന്നെ കൂടെ കൊണ്ടുപോകാം എന്നായിരിക്കാം. ദാനിയേലിന്റെ 3 സുഹൃത്തുക്കളെ ഓർക്കുക. അവർ തീച്ചൂളയിൽ പോയി. ദൈവം അവരെ തീച്ചൂളയിലേക്ക് പോകുന്നതിൽ നിന്നും തടഞ്ഞില്ല. പക്ഷേ തീച്ചൂളയ്ക്കുള്ളിൽ അവർ ഒറ്റയ്ക്കായിരുന്നില്ല. 4-മനായി ഒരാൾ അവരോടുകൂടെ ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങളും ഇപ്പോൾ ഒരു തീച്ചൂളയിലായിരിക്കാം. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഓർക്കണം, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഇന്നു മുതൽ 3 കാര്യങ്ങൾ പിടിച്ചു നിൽക്കുക. ഒന്നാമത്, ദൈവത്തെ വിട്ടുകളയരുത്. പ്രാർത്ഥിക്കാൻ മനസ്സില്ലാത്ത ദിവസത്തിലും പ്രാർത്ഥിക്കുക. വചനമെടുക്കാൻ മനസ്സില്ലാത്ത ദിവസത്തിലും വായിക്കുക. ആരാധിക്കാൻ മനസ്സില്ലാത്ത ദിവസത്തിലും ദൈവത്തെ സ്തുതിക്കുക. രണ്ടാമത്, വിശുദ്ധി വിട്ടുകളയരുത്. കഷ്ടതയുടെ പേരിൽ പാപത്തെ ന്യായീകരിക്കരുത്. ലോകം എന്ത് ചെയ്താലും നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനായി സൂക്ഷിക്കുക. മൂന്നാമത്, പ്രതീക്ഷ കൈവിടരുത്. ഇന്ന് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് മാത്രം നോക്കരുത്. ദൈവം നിങ്ങളെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് നോക്കുക. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, എന്റെ ജീവിതം അവസാനിച്ചു. പക്ഷെ ദൈവം പറയുന്നത് ഇത് അവസാനമല്ല. നിങ്ങൾ പറയുന്നു, എനിക്ക് വഴിയില്ല. ദൈവം പറയുന്നു, ഞാനാണ് വഴി. നിങ്ങൾ പറയുന്നു, എനിക്ക് ശക്തിയില്ല. ദൈവം പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. നിങ്ങൾ പറയുന്നു, ഞാൻ ഒറ്റയ്ക്കാണ്. ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല. നിങ്ങൾ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇനി പ്രതീക്ഷയില്ല. ദൈവം പറയുന്നു, എൻ്റെ പദ്ധതികൾ നിന്നെക്കുറിച്ച് സമാധാനത്തിൻ്റെതാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ എഴുന്നേൽക്കുക. വീണ്ടും പ്രാർത്ഥിക്കുക. വീണ്ടും വചനം തുറക്കുക. വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കൂ. വീണ്ടും വിശ്വസിക്കൂ. നിങ്ങളുടെ കണ്ണുനീർ വെറുതെയല്ല. നിങ്ങളുടെ പ്രാർത്ഥന വെറുതെയല്ല. നിങ്ങളുടെ കാത്തിരിപ്പും വെറുതെയല്ല. നിങ്ങളുടെ വിശ്വാസവും വെറുതെയല്ല. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കാണാത്തൊരു കാര്യം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ്. അതിനാൽ കഷ്ടത വന്നതുകൊണ്ട് ദൈവത്തെ ഉപേക്ഷിക്കരുത്. കഷ്ടതയിലൂടെ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കൂ. ലോകം നിങ്ങളെ താഴേക്ക് വലിച്ചാലും ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കൂ. നിങ്ങളുടെ ചുറ്റുമുള്ളവർ മാറിയാലും നിങ്ങളുടെ വിശ്വാസം മാറരുത്. സാഹചര്യങ്ങൾ മാറിയാലും നിങ്ങളുടെ വിശുദ്ധി മാറരുത്. കാരണം നമ്മുടെ പ്രതീക്ഷ ഈ ലോകത്തിൽ മാത്രമല്ല, നമ്മുടെ പ്രതീക്ഷ ക്രിസ്തുവിലാണ്. ഈ വീഡിയോ ഫുള്ള് കാണുന്നത് എന്തായാലും കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. അവർക്ക് വേണ്ടി ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോ മനുഷ്യനെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കണ്ണീരോടെ കഴിയുന്നവരെ ആശ്വസിപ്പിക്കണമേ. തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കണമേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പുതിയ പ്രതീക്ഷ നൽകണമേ. ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് ഭാരങ്ങളെ വഹിക്കണമേ കർത്താവേ. കഷ്ടതയുടെ നടുവിലും അങ്ങയെ വിട്ടുപോകാതെ നിൽക്കാനുള്ള കൃപ അവർക്ക് നൽകണമേ. പാപത്തിൽ വീഴാതെ വിശുദ്ധിയിൽ നടക്കാനും അങ്ങയുടെ വചനത്തിൽ ഉറച്ചു നിൽക്കാനും അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സാഹചര്യങ്ങൾ മാറുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ വിശ്വാസം ശക്തമാക്കണമേ. ഞങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളിപ്പോൾ ഏത് കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഈ രാത്രി എന്നേക്കുമായി തുടരില്ല. ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. നിങ്ങളുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല. ക്രിസ്തുവിൽ പ്രതീക്ഷയുണ്ട്. ക്രിസ്തുവിൽ ക്ഷമയുണ്ട്. ക്രിസ്തുവിൽ ശക്തിയുണ്ട്. ക്രിസ്തുവിൽ ഒരു തുടക്കമുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സുരക്ഷിതരായിരിക്കുക.